നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഒത്തുചേരുന്ന സന്ദർഭം ആളുകൾ ഒത്തുചേരുന്ന അവസരങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകൾ അല്ലെങ്കിൽ ചില ചിട്ടവട്ടങ്ങളുണ്ട്. അതിനെപ്പറ്റിയാണ് ഞാനിന്ന് പറയുന്നത്. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് ഏരിയകൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്, എങ്കിലും ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പം നമ്മൾ നമ്മുടെ അടുത്ത സുഹൃത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളെ കാണാൻ വിസിറ്റ് ചെയ്യാനായിട്ട് പോകുന്ന സന്ദർഭങ്ങളിൽ അവിടെയും ചില ചിട്ടകൾ അല്ലെങ്കിൽ ചില സാമാന്യ മര്യാദകൾ പാലിക്കുന്നത് രണ്ടു കൂട്ടർക്കും നല്ലതാണ്. ഒന്നാമത്തെ കാര്യം, നമ്മളൊന്ന് അറിയിച്ചിട്ട് പോകണം എന്നുള്ളതാണ്. ഞങ്ങളിങ്ങനെ വരുന്നുണ്ട്. ഇന്ന് മൊബൈൽ ഫോണുകളുണ്ട്, എല്ലാവരുടെയും നമ്പറുകൾ അവൈലബിൾ ആണ്. ഒന്ന് വിളിച്ചു പറയുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയാണ്. മുന്നറിയിപ്പില്ലാതെ ചെല്ലുമ്പോൾ അവർക്കത് പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ ആളുകൾ എപ്പോഴും തിരക്കില്ല, പല തിരക്കുകളുണ്ടാവും. ചിലപ്പം ഓരോ കാര്യങ്ങൾക്ക് അവർ സമയം ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ മുന്നറിയിപ്പില്ലാതെ ചെല്ലുന്നത് ശരിയാണോ? അല്ലല്ലോ. പിന്നെ നമ്മൾ അതുപോലെ തന്നെ പല വീടുകളിലും കൊച്ചു കുട്ടികളും പ്രായമുള്ളവരും ഒക്കെ വീടുകളിൽ എപ്പോഴും ക്ലീനായിട്ട് കിടക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ അവിചാരിതമായിട്ട് ചെന്ന് കയറുമ്പോൾ മുഷിഞ്ഞ് കിടക്കുന്ന വീടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടിലുള്ളവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ അതുപോലെ തന്നെ അവരെന്തെങ്കിലും തിരക്കുള്ള ജോലിയിലൊക്കെ നിൽക്കുകയാണ്, ഒരു മുഷിഞ്ഞ ഡ്രസ്സുമായിട്ടാണ് നിൽക്കുന്നതെങ്കിലും നമ്മൾ പെട്ടെന്ന് ചെല്ലുമ്പോൾ അവിടെ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടാകും, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്. അതുപോലെ പല വീടുകളിലും എപ്പോഴും സ്നാക്സും കാര്യങ്ങളും ജ്യൂസും ഒന്നും റെഡിയായിട്ട് അവൈലബിൾ ആയിരിക്കില്ല. അപ്പം നമ്മൾ ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് ചെല്ലുമ്പോൾ നമുക്കൊന്നും നമ്മളെ സൽക്കരിക്കാൻ ഇല്ലാതെയാവുമ്പോഴും ഈ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടെങ്കിൽ അതിനിടയ്ക്ക് സുഹൃത്തുക്കളെ സ്വീകരിക്കുക അല്ലെ ബന്ധുക്കളെ സ്വീകരിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും അവർക്കും കൺഫ്യൂഷനാവും. അപ്പം എന്തായാലും ഒന്നും അറിയിച്ചിട്ട് ചെല്ലുന്നതാണ് സാമാന്യ മര്യാദ. അത് 2 ദിവസം മുമ്പേ ഒന്നും അറിയിക്കണമെന്നില്ല. പോകുന്നതിന് ഒരു മണിക്കൂർ മുമ്പാണെങ്കിലും കുറച്ച് സമയം മുമ്പായാലും അവരെ ഒന്ന് അറിയിച്ചിട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ഈ വെസ്റ്റേൺ നാടുകളിൽ കാണുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ സമയം നിശ്ചയിക്കാതെ ഒരു വീട്ടിലും ആരും ചെന്ന് കയറില്ല. അത് നമ്മളും പാലിക്കേണ്ട ഒരു കാര്യമാണ്. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി തിരക്കുള്ള ഒരാളെ നമ്മൾ അയാളുടെ ഓഫീസിൽ പോയി കാണാമെന്നിരിക്കട്ടെ, അവിടെയും 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഒന്ന്, മുൻകൂട്ടി അറിയിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ ചെന്ന കാര്യം പെട്ടെന്ന് തന്നെ നിർവഹിച്ചിട്ട് തിരിച്ചു പോരണം. ജോലി തിരക്കുള്ള ഓഫീസിൽ ചെന്നിരുന്ന നമ്മുടെ ബന്ധുവാണെങ്കിലും നാട്ടുവർത്തമാനം പറഞ്ഞ് സമയം പോകുന്നത് തീരെ ശരിയല്ല. അപ്പം ഈ 2 കാര്യങ്ങളും അവിടെയും പാലിക്കാറുണ്ട്. ഇതെൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അതുപോലെ പലരും ഒത്തുചേരുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഇപ്പോഴുണ്ട്. മാമോദീസകൾ, പിന്നെ വീട് പാലുകാച്ചൽ, അല്ലെങ്കിൽ കല്യാണങ്ങൾ, അങ്ങനെ ഒരു ഒത്തുചേരുന്ന സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ഗെറ്റ് ടുഗദറുകൾ, ഇന്ന് ഏറ്റവും കൂടുതൽ ഗെറ്റ് ടുഗദറുകളുള്ള കാലമാണ്. അപ്പം അങ്ങനെ ഉള്ള സന്ദർഭങ്ങളിൽ അവിടെയും നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഒന്നാമത്തെ കാര്യം, എപ്പോഴും ഒരു പുഞ്ചിരിച്ച മുഖം വേണം. നമ്മുടെ പുഞ്ചിരിക്ക് ഒരു കുറവും വരുത്താൻ പാടില്ല. മുഖം കയറ്റി പിടിച്ച് നിൽക്കരുത്, പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുക. നമ്മളവിടെ ഒരുപാട് ആളുകളെ പരിചയപ്പെടണം, അല്ലാതെ വേറെ മാറി നിൽക്കുകയല്ല വേണ്ടുന്നത്. അപ്പം നമ്മൾ അവരുടെ പേരുകൾ നമ്മൾ കൃത്യതയോടെ ഒന്ന് കേട്ട് ഓർമ്മയിൽ വെക്കാൻ ശ്രദ്ധിക്കണം. പേര് തെറ്റിച്ച് പറയുന്നത് ആർക്കും ഇഷ്ടമല്ല. എൻ്റെ പേരാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എൻ്റെ പേര് പറഞ്ഞ ഒരാളെ വിളിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ അത് ആളിന് ഇഷ്ടപ്പെടും. അതൊരു ഒരു ഒരു സൈക്കോളജിയാണ്. അപ്പം നമ്മൾ പലരും പറയും, പേരെങ്ങനെയാണ് ഞങ്ങൾ ഓർത്തിരിക്കുന്നതെന്ന്. ആദ്യം കേൾക്കുമ്പോൾ തന്നെ അത് നന്നായിട്ടൊന്ന് മനസ്സ് വെച്ച് ശ്രദ്ധിച്ചാൽ പേരുകൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. നമ്മളിത് കേൾക്കുമ്പോൾ പേര് ചോദിക്കും, അവർ പറയും, നമ്മളത് ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് നമുക്ക് പേരുകൾ ഓർത്തിരിക്കാൻ പറ്റാത്തത്. അപ്പം നമ്മുടെ പേര് അവരോട് കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറയുകയും വേണം. ഇനി നമ്മളൊരു സന്ദർഭത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഒരു ബന്ധു വേറൊരാളെ, നമുക്ക് പരിചയമില്ലാത്ത ഒരാളെ നമുക്ക് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. അതാണ് മര്യാദ. ഇപ്പോൾ പാശ്ചാത്യർ പാലിക്കുന്ന ഒരു നല്ല ചിട്ടയത്, സ്ത്രീയുമായിട്ട് പരിചയപ്പെടുന്ന സമയത്ത് പുരുഷൻ തീർച്ചയായിട്ടും എഴുന്നേറ്റ് നിൽക്കണമെന്നുള്ളത് അവർ പാലിക്കുന്ന ഒരു ചിട്ടയാണ്. അത് നല്ല കാര്യമാണ്. ഇരിക്കുന്ന ആൾ നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക, അതാണ് മര്യാദ. അതുപോലെ കൂട്ടത്തിലെ പ്രായം കുറഞ്ഞ ആളെയും പരിചയപ്പെടുത്തി കൊടുക്കണം.
അത് കുട്ടിയല്ലേ എന്ന് കരുതി വിട്ടിട്ട് പോകരുത്. ആ കൊച്ചു കുഞ്ഞിനെയും അതും ഒരു വ്യക്തിയാണ്, അതിനെയും പരിചയപ്പെടുത്തി കൊടുക്കണം. പിന്നെ നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ വീട് എവിടെയാ, ജോലി എന്താ, അടുത്ത ബന്ധുക്കൾ, ഇങ്ങനെ ചർച്ച ചെയ്യാറുണ്ട്. അതൊക്കെ നല്ലതാണ്. പക്ഷേ അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ, അവരുടെ പ്രായം, ഒരുപാട് അവരുടെ ഇൻറ്റേർണൽ കാര്യങ്ങൾ, അവരുടെ സ്വകാര്യ കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നത് അത്ര ഭംഗിയുള്ള കാര്യമല്ല. ചിലരങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം അത് മര്യാദയല്ല, അത് ഭംഗിയുമല്ല. അപ്പം അത് നിങ്ങൾ ഒഴിവാക്കണം. ഇനി നിങ്ങളുടെ സംസാരം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്, പൊതുവായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാം. ഇപ്പോൾ ഒരു കടുത്ത രാഷ്ട്രീയ അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായത്തെപ്പറ്റി വിമർശനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാം. ശരിക്കും അങ്ങനെയുള്ള സംഭാഷണത്തിൽ രാഷ്ട്രീയവും മതവും മാറ്റിവെച്ചാൽ അതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആളുകൾക്ക് വ്യത്യസ്ത മതങ്ങളെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും വ്യത്യസ്ത അഭിപ്രായമാണ് ആളുകൾക്കുള്ളത്. അത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോഴാണ് പ്രശ്നങ്ങളാവുന്നത്. അപ്പോൾ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. രണ്ടു പേർക്കും, അതായത് എതിരെ നിൽക്കുന്ന ആൾക്കും കൂടി താല്പര്യമുള്ള വിഷയങ്ങൾ സംസാരിക്കണം. അതുപോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നേട്ടങ്ങൾ, സ്വന്തം നേട്ടങ്ങൾ വർണ്ണിക്കാൻ അങ്ങ് തിടുക്കം കാട്ടരുത്. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ സംഭവമാണെന്നുള്ള രീതിയിൽ സംസാരിക്കരുത്. അവരെന്തെങ്കിലും ചോദിച്ചാൽ പറഞ്ഞാൽ മതി. ഇനി ഇങ്ങോട്ട് അവരെന്തെങ്കിലും നമ്മളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ചെറു പുഞ്ചിരി അല്ലെങ്കിൽ ഒരു നന്ദി വാക്ക്, താങ്ക് യു, അത് പറഞ്ഞാൽ മതി. കൂടുതൽ നമ്മളെ പൊക്കി പറയാനോ, നമ്മുടെ നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും അത് നമ്മൾ അങ്ങോട്ട് പറയാൻ ശ്രമിക്കേണ്ട. നല്ല കേൾവിക്കാരനാകുന്നതാണ് പ്രധാനം. ആ എതിരെ നിൽക്കുന്ന ആളിനെ കേൾക്കുക. ഇനി നമുക്ക് അല്പം നർമ്മമുണ്ടെങ്കിൽ നമ്മുടെ സംഭാഷണം മറ്റുള്ളവരെ മുഷിപ്പിക്കില്ല. പക്ഷെ നർമ്മം അസ്ഥാനത്താകാതെ സൂക്ഷിക്കുക. അപ്പോൾ അങ്ങനെ ഇനി സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിലുള്ള പ്രശസ്തരായ വ്യക്തികളെ നമ്മളെ പരിചയപ്പെടുമ്പോൾ അവർക്ക് പറയാനുള്ളത് കേൾക്കുന്നതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ആരോട് സംസാരിക്കുമ്പോഴും അങ്ങനെയാണ്. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള പ്രശസ്ത വ്യക്തികളുമായിട്ട് പരിചയപ്പെടുമ്പോൾ അവരെ കേൾക്കുന്നതിന് പ്രാധാന്യം കൊടുക്കണം. പിന്നെ ഒരാളെ അങ്ങ് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇങ്ങനെ നിശബ്ദത, അതൊരു ഓക്വേർഡാണ് കേൾക്കുമ്പോൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ ആ സംഭാഷണത്തിലേക്ക് എന്തെങ്കിലും പുതുക്കാര്യം പറഞ്ഞുകൊണ്ട് അവിടെ സംഭാഷണം തുടങ്ങണം. അതുപോലെ നിങ്ങൾ വേറൊരാളുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ മേലധികാരി അങ്ങോട്ട് വരാൻ ഇടയായാൽ ചിലർ ഓടി മാറുമുണ്ട്. അത് ശരിയല്ല. അതുപോലെ നിങ്ങൾ ഫോണിൽ സംസാരിച്ച് നല്ല പരിചയമുള്ള ആൾക്കാരാണ്, പക്ഷെ നേരിൽ കാണുമ്പോൾ നിങ്ങൾ പരിചയം പുതുക്കാതെ മാറിപ്പോവുക. ഇതും നല്ല ശീലമല്ല. ചിലർ കണ്ടിട്ടുണ്ട്, ഫേസ്ബുക്കിൽ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും, ലൈക്കും കമൻറ്റും എല്ലാ കാര്യങ്ങളും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യും, പക്ഷേ നേരിട്ട് കണ്ടാൽ സംസാരിക്കില്ല. ഇത് ഒരു നല്ല രീതിയല്ല. ഇനി ആ കൂട്ടത്തിൽ, ആ ഗ്യാങ്ങിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരെ അവഗണിക്കരുത്. അവരോട് നല്ല രണ്ട് വാക്ക് അവരോട് പറയുന്ന, അവരുടെ പേര് ചോദിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവരോട് സംസാരിക്കുന്നത് അവർക്കും നമുക്കും സന്തോഷമുള്ള കാര്യം. ഇനി അടുത്ത ഒരു മര്യാദ വേണ്ട ഒരു സ്ഥലമാണ് ആശുപത്രികൾ. ആശുപത്രിയിൽ കിടക്കുന്ന രോഗികളെ കാണാൻ ചെന്നാൽ അവർ പറയുന്നത് ഒന്ന് ശ്രദ്ധയോടെ കേൾക്കണം. കാരണം അവർ വേദനിച്ച് അല്ലെങ്കിൽ വിഷമിച്ച് കിടക്കുന്ന, അവരെന്തെങ്കിലും പറഞ്ഞാൽ അതൊന്ന് കേൾക്കണം. രോഗത്തെപ്പറ്റി ദുരിതുരാന്ന് അവിടെ സംസാരിക്കരുത്. അവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന സംസാരം, അത്രയും സമയം അവർ സന്തോഷമായിട്ടിരിക്കണം എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുക. അവിടെ നമ്മുടെ ആരോഗ്യത്തെ പറ്റിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള രോഗികൾക്ക് ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങളെ പറ്റിയോ അങ്ങനെയുള്ള ഒരു വാക്കും പറയാതിരിക്കുക. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രോഗിയുടെ രോഗത്തെപ്പറ്റി ഡോക്ടർ നോക്കിക്കൊള്ളും, കൂടെയുള്ളവർ നോക്കിക്കൊള്ളും. നമ്മൾ അവിടെ രോഗത്തെപ്പറ്റി ഒരു കാര്യവും സംസാരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മരണ വീട്ടിൽ ചെല്ലുമ്പം. അത് ഞാൻ പലപ്പോഴും എനിക്ക് ഓക്വേർഡായിട്ട് തോന്നാറുള്ള ഒരു കാര്യമാണ്. ചിലരിങ്ങനെ ഒച്ചയിൽ പരസ്പരം സംസാരിക്കുന്നു, വളരെ മോശമാണിത്. ഒരിടത്ത് പ്രെയർ നടക്കുന്നു, ഇപ്പുറത്ത് ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു, അത് നല്ല ഒച്ചയിൽ. അപ്പം അത് ഒരു അസ്വസ്ഥതയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ. അതൊരു മര്യാദയല്ല. അടുത്ത ബന്ധുവിനോട് ഒന്നോ രണ്ടോ വാക്ക് പറഞ്ഞാൽ മതി. മരിച്ച ആളെ പറ്റി പറയുന്നത് നമ്മൾ കേട്ടാൽ മതി. അപ്പം ചിലപ്പം നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ അവിടെ വെച്ചായിരിക്കും കുറേ നാളുകൾ കൂടി കാണുന്നത്. ആ ഒരു സന്തോഷത്തിലാണ് നമ്മൾ ഈ ഹലോ എന്ന് പറഞ്ഞ് അവരോട് കൂടുതലായിട്ട് സംസാരിക്കുന്നത്. പലപ്പോഴും അത് ഓക്വേർഡാണ്. മരണ വീട്ടിൽ അധികം സംസാരിക്കരുത്. അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു മര്യാദ പാലിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മളെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീട്ടിൽ നമ്മൾ അതിഥികളായിട്ട് താമസിക്കാൻ ചെല്ലും.
അവിടെയും ചില ചിട്ടകളുണ്ട്. അവിടെയുണ്ട് മുൻകൂട്ടി അവരുടെ സൗകര്യം അറിഞ്ഞിട്ട് മാത്രം ചെല്ലണം. പിന്നെ അവിടെയുള്ളവർക്ക് ഭാരമാകാത്ത വിധം പെരുമാറണം. നമ്മുടെ ഓരോരോ കൊച്ചു കൊച്ചു ആവശ്യങ്ങൾ അവരോട് ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിക്കരുത്. പിന്നെ ആ വീട്ടിലെ രീതികൾ അതിനെ വിമർശിക്കാതിരിക്കുക. ഓരോ വീട്ടിലും ഓരോ രീതികളുണ്ട്. കുറേ അൺറിട്ടൺ റൂൾസ് ഉണ്ട് എല്ലാ വീട്ടിലും. ഒരു വീട്ടിലെ രീതിയല്ല മറ്റൊരു വീട്ടിൽ. അപ്പം അവിടെ അങ്ങനെയാണ്. നമ്മളൊരു ദിവസം അങ്ങോട്ടോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ കാര്യങ്ങൾ അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യണം. ഒരിക്കലും ആ വീട്ടിലെ രീതികളെ വിമർശിക്കാതിരിക്കുക. ഇനി അവിടെ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ സമ്മാനം കൂടെ കൊണ്ടുവരിക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു അനുഭവം കൊണ്ട് പറയുന്നതാണ്. ആ വീട്ടിലെ ഉപകരണങ്ങൾ ഒരിക്കലും അനാവശ്യമായിട്ട് പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കരുത്. കാരണം അവിടെ പല പല സാധനങ്ങൾ കാണും. അതൊന്നും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനുള്ള, നിങ്ങൾക്ക് വേണ്ടുന്നത് മാത്രം ചെയ്യുക. ആവശ്യമില്ലാത്ത ഉപകരണങ്ങൾ, അവരുടെ ഉപകരണങ്ങൾ ആവശ്യമില്ലാതെ പ്രവർത്തിപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കരുത്. അതുപോലെ ഈ പ്രായമുള്ളവർ ഉള്ള വീടുകളിൽ നമ്മൾ അവരെ കാണാൻ ചെല്ലാറുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ മുൻകൂട്ടി ഒന്ന് അറിയിച്ചിട്ട് ചെല്ലണം. അല്ലാതെ പെട്ടെന്ന് തന്നെ അവിടെ ചെന്ന് കയറുമ്പം വീട്ടുകാർക്കത് ബുദ്ധിമുട്ടാണ്. അതെൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ട ഒരു കാര്യമാണ്. ഒരു പ്രായമായ അപ്പച്ചൻ ഉണ്ടൊരു വീട്ടിൽ, രോഗിയായിട്ട് കിടക്കുകയാണ്. അപ്പം ആ വീട്ടിലെ ആൾക്കാരുണ്ട്. അതുപോലെ അവർക്കൊരു സെർവൻ്റ് ഉണ്ട്. അപ്പോൾ ഇവർ രാത്രിയിൽ കിടന്ന് മൂത്രമൊക്കെ പോവും ഈ അപ്പച്ചന്. രാവിലെ ഇവരിതെല്ലാം ക്ലീൻ ചെയ്യും. അവർക്കൊരു സമയമുണ്ട്. അത്യാവശ്യം ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ മുറിയും ക്ലീൻ ചെയ്യും. അപ്പച്ചനെ കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി എന്നും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കുറേ അതിഥികൾ, ഒരു കുടുംബം മുഴുവൻ രാവിലെ 6 മണിക്ക് അവിടെ എത്തി. ഇവരൊക്കെ എഴുന്നേറ്റ് വരുന്ന സമയമാണ്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യാനോ ഇയാളിനെ ക്ലീൻ ചെയ്യാനോ റൂം ക്ലീൻ ചെയ്യാനോ ഉള്ള സമയമേ അവർക്ക് കിട്ടിയില്ല. വല്ലാത്ത സ്മെല്ലും. ആ വീട്ടുകാരാകെ അപ്സെറ്റായി. അങ്ങനെ ഒരവസ്ഥ നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കരുത്. പ്രായമുള്ളവരെ നോക്കുന്നവർക്കറിയാം ആ ബുദ്ധിമുട്ട്. അപ്പം അതിനൊരു അവസരം, അപ്പം ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ ഇന്ന സമയത്ത് വരും എന്ന് പറഞ്ഞിട്ട് ചെന്നാൽ അവർക്കതെല്ലാം ക്ലീൻ ചെയ്ത്, അവർ ചെയ്യില്ലെന്നല്ല, അതുകൊണ്ടല്ലോ കാര്യങ്ങൾ. അപ്പോൾ അത് അനുഭവസ്ഥർക്ക് അതറിയാം പറയുമ്പോൾ. അപ്പം അങ്ങനെയുള്ള വീടുകളിൽ, പ്രായമായവർ താമസിക്കുന്ന വീടുകൾ, അവരെ കാണാൻ ചെല്ലുമ്പോൾ വിളിച്ചു പറഞ്ഞിട്ട് ചെല്ലണം. അത് മാത്രമല്ല, പ്രായമുള്ളവരുള്ള വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു ചെറുപൊതി അത് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷമാണ്. അപ്പം നമ്മൾ ഈ പ്രായമുള്ളവരും കുട്ടികളുള്ള വീടില്ല, ഇത് രണ്ടിടത്തും എന്തെങ്കിലും ചെറിയ സാധനം, ഒരുപാട് സംഭവങ്ങളൊന്നും വേണ്ട, അവിടെ എല്ലാം ഉണ്ട്. പക്ഷെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒന്ന് പങ്കുവയ്ക്കുമ്പം അവർക്കും നമുക്കും സന്തോഷമുണ്ടാകും. അതും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത്രയൊക്കെയാണ് എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ. അത് എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലുള്ള മര്യാദകളെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യസ്ത അഭിപ്രായം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.